ഹായ് ഗെയ്സ്, എല്ലാവർക്കും എൻ്റെ സിജോയ് ചേട്ടനും കുഞ്ഞണീനും വ്ളോഗ് കോമഡി മ്യൂസിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഗെയ്സ്, ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഞാൻ വ്യായാമം ചെയ്തിട്ട് ഒരുപാട് നാളായി. അപ്പോൾ കുഞ്ഞടിയ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് വ്യായാമങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഒരുമിച്ചൊന്ന് വ്യായാമം ചെയ്താലോ? ഓക്കെ, റെഡി അല്ലേ? ഇത് രണ്ടും ഡംബിൾസാണ്. അപ്പോൾ ഒരു എക്സസൈസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് കുഞ്ഞടിയ എന്തു ചെയ്യണം? ആദ്യം തന്നെ വാമപ്പ് ചെയ്യണം. യെസ്, അത് തന്നെ, വാമപ്പ് എക്സസൈസ് ചെയ്യണം. എങ്ങനെ കാണിച്ചു തരാം. അറിയില്ലേ? എനിക്കറിയാം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. എങ്ങനെ ചെയ്യേണ്ടത് എന്ന് ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഇങ്ങോട്ട് ഇങ്ങനെ ചെയ്യണം, പിന്നെ ഇങ്ങനെ ചെയ്യണം, പിന്നെ ഇങ്ങനെ ചെയ്യണം, പിന്നെ ഇങ്ങനെ ചെയ്യണം, പിന്നെ ഇങ്ങനെ ചെയ്യണം. അപ്പോൾ കുറച്ച് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് ശേഷം എന്ത് ചെയ്യാൻ പാടുള്ളൂ? യെസ്. അപ്പോൾ നമുക്ക് ആദ്യം വാമപ്പ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ബാക്കി എക്സസൈസ് കാര്യങ്ങൾക്ക് കടന്നാൽ മതി. ഡംബിൾസ് എടുക്കാം. അപ്പോൾ വ്ളോഗ് ചെയ്യുന്നത് കൊണ്ട് ഇതൊരു കോമഡി മാത്രമല്ല, വ്യക്തിപരമായിട്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ കോമഡിയും ഉണ്ട്, ഒപ്പം വ്യക്തിപരമായിട്ട് ഓരോരോ വ്യായാമങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ചെയ്താലോ? നമുക്ക് ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, റെഡി. നമ്മൾ ഒരു കാര്യങ്ങൾ കുഞ്ഞടിയ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം, ഈ ഡംബിൾസ് കാര്യത്തിൽ നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം? നമ്മുടെ ബോഡി മൊത്തം നേരെയാക്കി നിൽക്കണം, എന്നിട്ട് ചെയ്ത് തുടങ്ങാൻ പാടുള്ളൂ. ഓക്കെ, അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങിയാലോ? നമുക്ക് തുടങ്ങാം. അങ്ങനെ തന്നെ ബോഡി നേരെ സ്ട്രൈറ്റ് ആയിട്ട് പിടിക്കണം. അങ്ങനെ പതിയെ എന്നിട്ട് എന്ത് ചെയ്യണം? ചെയ്താ മതിട്ടാ. അങ്ങനെ അങ്ങനെ തന്നെ അങ്ങനെ അങ്ങനെ പതിയെ ചെയ്യ. അങ്ങനെ അങ്ങനെ ചെയ്യ. അപ്പൊ അങ്ങോട്ട് അങ്ങനെ തെറ്റാണ്ട് ഇതുപോലെ എന്ത് ചെയ്യണം? ബംബിൾസ് ഇതുപോലെ, ബംബിൾസ് അല്ല, ഡംബിൾസ് എന്ന് പറയുന്നത്. വളരെ ശരിയാണ്.
അങ്ങനെ തന്നെ കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞു കുഞ്ഞളിയ. അപ്പോൾ നമുക്ക് ഇന്ന് വേറെ കണ്ടൻറ്റ് ഇല്ലാത്തതുകൊണ്ട് സിജോയ് ചേട്ടനും പിന്നെ കുഞ്ഞളീനും ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ സിജോയ് ചേട്ടനും കുഞ്ഞളീനും വ്ളോഗ് കോമഡി മ്യൂസിക് എന്നൊരു ചാനൽ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് നിർത്തുന്നു. അപ്പോൾ നമുക്ക് ഇനി യു ഗോ ഐ ഗോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ അടുത്ത സമയം വരാം. ഇതുവരെയ്ക്കും ഇന്നത്തെ എൻ്റെ ഈ ഒരു മനോഹരമായ സിജോയ് ചേട്ടനും കുഞ്ഞളീനും വ്ളോഗ് കോമഡി മ്യൂസിക് എന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇത്രയും നേരം പലവിധ കോമഡികളും കോപ്രായങ്ങളും ഒക്കെ നിങ്ങൾ ക്ഷമയോടെ ഒക്കെ കണ്ടിരുന്നതിനും എൻ്റെ എല്ലാ സഹോദരന്മാർക്കും എൻ്റെ എല്ലാ സഹോദരിമാർക്കും എൻ്റെ ടാറ്റാ ബൈ ബൈ സീ യു. ഒരു കണ്ടന്റ് അങ്ങനെ വരുന്നില്ല. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് ഒരുപാട് ചാനലൊക്കെ തുടങ്ങിയിട്ട് പോലും ഞാൻ ഇത്രയും നാൾ വേറെ സ്വപ്നം എന്താണെന്ന് വെച്ചാൽ വേറെ സ്വപ്നം എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ജോബ് എന്ന ഒരു രീതിയിൽ യൂട്യൂബും മാത്രമല്ല കൂടെ വേറൊരു ബിസിനസ് ചെറുതായിട്ട് നോക്കേണ്ടിയിരിക്കുകയാണ്. വേറൊരു ബിസിനസ് എന്താണെന്ന് വെച്ചാൽ ഒരു കൊന്ത മേക്കിംഗ് പരിപാടി ഉണ്ട്. അപ്പോൾ അതും അതിൻ്റെ കൂടെ വേറൊരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഹെൽത്ത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് അത് സംബന്ധമായിട്ടുള്ള സംഭവം തന്നെയാണ് എൻ്റെ അടുത്ത ബിസിനസ്സിൻ്റെ സംഭവം. അത് ചെറുതായിട്ടൊരു കുക്കിംഗ് പരിപാടിയാണ്. ചെറിയ കുക്കിങ്, വല്ലാണ്ട് കുക്കിംഗ് അല്ല, ചെറിയ കുക്കിംഗ്. അപ്പോൾ അത് എൻ്റെ ബിസിനസ് സ്വപ്നത്തിൽ ഉണ്ട്. അപ്പോൾ ആ ബിസിനസ് ഇങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളെന്തായാലും എന്നെ നല്ല രീതിയിൽ സഹായിക്കണം. പിന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഈ ചാനൽ മാത്രമല്ല എൻ്റെ ഈ വീഡിയോസ് എല്ലാതും പരമാവധി നിങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുക, ബൂസ്റ്റ് ചെയ്യുക. അപ്പോൾ ഒരിക്കൽ കൂടി ഞാനൊരു സംഭവം കൂടി പറയാണ്, യു ഗോ ഐ ഗോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ അടുത്ത സമയത്ത് വരാം. അതുവരേക്ക് ഇന്നത്തെ എൻ്റെ ഈ ഒരു വ്ളോഗ് നിങ്ങൾ ക്ഷമയോടും സഹനത്തോടും എല്ലാം കേട്ടിരുന്നതിനും എല്ലാം കണ്ടതിനുമായി എൻ്റെ എല്ലാ സഹോദരന്മാർക്കും എൻ്റെ എല്ലാ സഹോദരിമാർക്കും എൻ്റെ ടാറ്റാ ബൈ ബൈ സീ യു. ഒരു കാര്യം കൂടി പറയാണ്, ഞാൻ എൻ്റെ ലോഗോ ചെറുതായിട്ട് ഒരു പിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലോഗോ നിങ്ങൾക്ക് വീഡിയോയുടെ തൊട്ട് മുകളിലോ തൊട്ട് താഴെ ആയിട്ട്
ആ ഒരു ലോക ചേഞ്ച് ആയത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിനു മുന്നേ ഒരു ലോകം ഒരുപാട് നാളായി ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും ഇത്രയും നാളായില്ലേ, അപ്പോൾ എന്തായാലും ലോകം മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലോകം മാറ്റി. അപ്പോൾ അതിൽ ലോകം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ലോകയ്ക്ക് ഇത്തിരി കോമഡിയും ഇത്തിരി കോമാളിയും ഇത്തിരി തമാശകളും ഒക്കെ ആയിട്ടുള്ള ഒരു മനുഷ്യൻ ആയിരിക്കണം എന്നാണ് ആ ഒരു പുതിയ ലോകയുടെ ഫുൾ ഡീറ്റെയിൽ. അപ്പോൾ ആളൊരു കോമഡിയനും ആടെ കൂടെ ഒരു അളിയുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ലോകം തന്നെയാണ്. ഇപ്പോൾ സിജോയ് ചേട്ടൻ, ഈ സിജോയ് ചേട്ടന് ഒരുപാട് തമാശകളും പിന്നെ കോമാളികളും പിന്നെ അയാളുടെ ഓരോരോ തമാശകൾ, പിന്നെ തമാശപരമായിട്ടുള്ളതും സന്തോഷകരമായിട്ടുള്ള ഓരോരോ എൻ്റർടൈൻമെൻറ്റ് മറ്റ് കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് ചിരിപ്പിക്കാൻ വേണ്ടി ഞാൻ ലോകയിൽ ഒരു കോമാളി ആക്കിയിട്ടാണ് ഞാൻ ലോഗോ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ലോഗോയുടെ ഫുൾ ഡീറ്റെയിൽ. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അപ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചാണ് ഞാൻ ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ എഴുതി വിടണം. ഞാൻ കഷ്ടപ്പെട്ട് ഇത്ര നാൾ ഇരുന്ന് എഡിറ്റ് ചെയ്ത ഒരു ലോഗോയാണ്. വേറെ ആർക്കും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അത്രയും ടഫും ബുദ്ധിമുട്ടുമായിട്ടുള്ള ഒരു എഡിറ്റിംഗ് ആപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് വെച്ചാണ് ഞാൻ ലോഗോ ക്രിയേറ്റ് ചെയ്തത്. ഇനി ബിസിനസ് സംബന്ധമായിട്ടുള്ള എന്ത് എഡിറ്റിങ് ഫോട്ടോ വർക്ക് ആണെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ ഈ ആപ്പ് വെച്ചിട്ട്, ഈ ആപ്പ് മാത്രമല്ല എൻ്റെ ഫോണിലുള്ള എല്ലാ എഡിറ്റിംഗ് ആപ്പും ഫോട്ടോ വീഡിയോ എഡിറ്റിങ് അങ്ങനെ ബിസിനസ് സംബന്ധമായിട്ടുള്ള സംഭവങ്ങളിലും അല്ലാത്ത ഇതിലൊക്കെ ഞാൻ ഈ ഫോണിൽ ഞാൻ ഇൻസ്റ്റാൾ ആക്കി വെച്ചിട്ടുള്ള വീഡിയോ എഡിറ്റിങ്, അതുപോലെ ഫോട്ടോ എഡിറ്റിങ് ഒരു 3-4 എണ്ണം മാത്രമേ ഉള്ളൂ. പിന്നെ വീഡിയോ എഡിറ്റിങ് 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ബിസിനസ് സംബന്ധമായിട്ടുള്ളതിനും അല്ലാത്ത ഇതിനും ഞാൻ ഈ പറഞ്ഞ ടൂൾസ് എല്ലാം ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ബിസിനസ് വേണ്ടിയിട്ട് മാത്രമല്ല, അല്ലാത്തതിനും ഞാൻ ഈ പറഞ്ഞ ടൂള് വീഡിയോ എഡിറ്റിങ് 1, പിന്നെ ഫോട്ടോ എഡിറ്റിങ് ഒരു 3-4 എണ്ണം ഉണ്ട് എൻ്റെ ഫോണിൽ. അത് വെച്ച് ജീവിതം ഇങ്ങനെ അടിച്ച് പൊളിച്ച് പോകുന്നു. അപ്പോൾ ബിസിനസ്സിൻ്റെ ഇതിൽ ഈ പറഞ്ഞ ടൂൾസ് എൻ്റെ കൂടെ സഹായത്തിനുമുണ്ട്. അപ്പോൾ എൻ്റെ ബിസിനസ് ഇതാണ്. അപ്പോൾ ഇതൊക്കെയാണ് കുഞ്ഞാളിയാ നമ്മുടെ ഓരോരോ ലൈഫിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ. അപ്പോൾ എന്നെ കുഞ്ഞാളിയെ ഒന്ന് സഹായിക്കണം.